സർക്കാരിന്റെ പുതിയ മദ്യ ബ്രാൻഡിന് പേരുകൾ ക്ഷണിച്ചത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനല്ലെന്ന് എക്സൈസ് ഹൈക്കോടതിയിൽ. പരസ്യം നൽകിയത് മലബാർ ഡിസ്റ്റിലറീസ് ആണ്. പേരിടലിനെതിരെയുള്ള ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ എക്സൈസ് ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ പേരിടൽ വിവാദമായിരുന്നു, പിന്നാലെയാണല്ലോ കോടതി ഇടപെടൽ ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, രണ്ട് പൊതുതാൽപര്യ ഹർജികളാണ് ഈ പേരിടൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി നേരത്തെ വിശദീകരണം ചോദിച്ചത്. ബൗക്കോ അവരുടെ വിശദീകരണം നൽകിയിരുന്നു. ഇപ്പോൾ എക്സൈസ് ഇതിൽ രണ്ടാമത്തെ റെസ്പോണ്ടൻസ് ആണ്. അവരും ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. പേരിടൽ പരസ്യം വിളിച്ചത് മലബാർ ഡിസ്റ്റിലറീസ് ആണ്. പക്ഷേ ആ പരസ്യത്തിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. നിലവിലുള്ള ഒരു ബ്രാൻഡിന്റെ പ്രചാരമോ അല്ലെങ്കിൽ അതിന്റെ പ്രോത്സാഹിപ്പിക്കലോ അല്ല നടന്നിട്ടുള്ളത്. മറിച്ച് മറ്റൊരു പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ട അതിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാണ് എക്സൈസ് കമ്മീഷണർ അജിത് കുമാർ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഈ രണ്ട് ഹർജികളും തള്ളണം എന്നുള്ള ആവശ്യവും, അതായത് ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ല, കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നടപടികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ഹർജികൾ തള്ളണമെന്ന ആവശ്യവും ഇപ്പോൾ ഈ ഹർജിയിൽ എക്സൈസ് നൽകിയ അഫിഡവിറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.